നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസിനെ കുറിച്ചാണ്. ഒരു റയർ ആയിട്ടുള്ള ഭയങ്കര ദാഹം കൂടുന്ന ഒരു കണ്ടീഷനാണ്. മൂത്രത്തിന്റെ ഔട്ട്പുട്ടും വളരെ കൂടുതലായിരിക്കും. ഇത് കാരണം ശരീരത്തിൽ ഫ്ലൂയിഡിന്റെ ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഹൈപ്പോതലാമസ് ആന്റി ഡയയൂററ്റിക് ഹോർമോൺ, അതായത് വാസോപ്രസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയുമ്പോഴോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമ്പോഴോ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇതിന് കാരണം ഒന്നെങ്കിൽ വല്ല ഹെഡ് ഇഞ്ചുറിയോ ബ്രെയിൻ ട്യൂമേഴ്സോ അല്ലെങ്കിൽ ബ്രെയിനിന് വരുന്ന ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയോ ഒക്കെ കഴിയുന്ന കണ്ടീഷനിലൊക്കെയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് വരുന്നത്. ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസസോ അല്ലെങ്കിൽ കഴിക്കുന്ന മെഡിസിൻസോ ഒക്കെ കാരണം കിഡ്നി വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു കണ്ടീഷനിലും ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാവാറുണ്ട്. വേറൊരു കണ്ടീഷന് പ്രഗ്നൻസി ടൈമിൽ പ്ലാസെൻഡ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഇത് അമ്മയിലുണ്ടാകുന്ന ADH ഹോർമോണിനെ ഡിസ്ട്രോയ് ചെയ്യുകയും അത് കാരണം ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാവുകയും ചെയ്യും. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്നത് ഡെലിവറിക്ക് ശേഷം, കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം താനെ തന്നെ മാറാറുമുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങൾ എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ആയിട്ട് മൂത്രം പോയിക്കൊണ്ടേയിരിക്കുക, എപ്പോഴും കുറേ എമൗണ്ടിൽ മൂത്രം പോവുക, ഓരോ മണിക്കൂറും ഇടവിട്ട് മൂത്രം ഒഴിക്കാൻ തോന്നുകയും ചെയ്യാം, ഒരുപാട് മൂത്രം പോവുകയും ചെയ്യാം. മൂത്രം പെയിൽ കളറായിരിക്കും അല്ലെങ്കിൽ കളർലെസ് ആയിരിക്കും, വലിയ കളറൊന്നും ഉണ്ടാവില്ല. ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ പ്യൂരിഫൈ ചെയ്യാനോ ഒന്നും അവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് പ്രവർത്തിക്കാനും പറ്റുന്നില്ല. അത് കാരണം ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് പോലെ തന്നെ മൂത്രം പോയിക്കൊണ്ടിരിക്കും. ഡയബറ്റിസ് ഇൻസിപ്പിഡസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രാത്രി ഒരുപാട് ടൈം മൂത്രം ഒഴിക്കാൻ നീക്കുക എന്നുള്ളതാണ്. അത് കാരണം ഉറക്കം ശരിയാവുകയില്ല, ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് മൂത്രം പോകുന്നത് കൊണ്ട് തന്നെ ഡീഹൈഡ്രേഷന്റെ റിസ്ക് വളരെ കൂടുതലാണ്. ബ്ലഡ് ഷുഗർ ലെവലിന്റെ വ്യത്യാസത്തിൽ വരുന്ന ഡയബറ്റീസിൽ, അതാണ് ഡയബറ്റിസ് മെലിറ്റസ്. അതിൽ സാധാരണയായിട്ട് ഈ രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ കൂടുതലായിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എന്നാൽ അതും ഈ ഡയബറ്റിസ് ഇൻസിപ്പിഡസും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇൻസിപ്പിഡസിൽ ബ്ലഡ് ഷുഗർ ലെവലിന് ഒരു മാറ്റവും വരുത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ സാധാരണയായിട്ട് അഡ്വക്കേറ്റ് ആയിട്ടുള്ള വാട്ടർ ശരീരത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഡീഹൈഡ്രേഷൻ ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള മാനേജ്മെൻറ്റ്. പിന്നെ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം ഹോർമോൺ തെറാപ്പി എന്താണോ ചെയ്യാൻ പറ്റുക അത് വെച്ചിട്ട് അത് ക്ലിയർ ചെയ്യുക. സാൾട്ട് ഇൻടേക്ക് കുറക്കുക, പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക. പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുന്ന സമയത്ത് കിഡ്നിക്ക് കുറച്ചും കൂടി വെള്ളം റീറ്റെയിൻ ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ യൂറിൻ പ്രൊഡക്ഷൻ കുറക്കാനും കഴിയും. താങ്ക് യു.